എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് അടിപൊളി ഒരു കിടിലൻ തോരൻ വെച്ചാലോ? അത് ഞാൻ വച്ചിരിക്കുന്ന ഇടിഞ്ചക്ക കൊണ്ടാണ്. ഇപ്പം ചക്ക മാങ്ങായുടെ ഒക്കെ സീസണല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇടിഞ്ചക്ക കൊണ്ടൊരു തോരൻ വെക്കാവുന്നു. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിക്കാം. ഇതാ ഈ പരുവത്തിലുള്ള ഒരു ചക്കയാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത്. അത് ചെത്തി കഴുകി വൃത്തിയാക്കി ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിനകത്ത് ഞാനത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് വെള്ളത്തിലിട്ടല്ല ഞാൻ വേവിക്കുന്നത്, ആവിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ഇത് ഞാൻ ചതച്ചെടുക്കുന്നത്. ഇങ്ങനെ വെള്ളത്തിലിട്ടാകുമ്പോൾ എങ്ങനെയായാലും അതിനകത്ത് കുറച്ച് വെള്ളമെല്ലാം ഉണ്ടാകും. ഇങ്ങനെ ആവി പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതിലൊട്ടും വെള്ളമില്ലാതെ അത് ചതച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടും. ഇതാ ഒരു പപ്പടക്കോല് കൊണ്ട് ഊത്തി നോക്കുമ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി എടുക്കാം. ഇങ്ങനെ ഞാനത് വാങ്ങി മൊത്തം ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചു. ഇനി ഇത് അരിയാൻ എളുപ്പത്തിന് ഇങ്ങനെ വേവിച്ചിട്ടാണെങ്കിൽ നമുക്കിത് അരിയാൻ നല്ല എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാനിത് വേവിച്ചതിന് ശേഷം ഇത് ഇടിച്ചെടുക്കാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. അതിന് ശേഷം ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ടോ അല്ലെ കല്ലിലിട്ടോ നമുക്കിത് ഇടിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ഞാനിതൊരു ഇടികല്ലിനകത്തിട്ട് കുറേശ്ശെ ഇട്ടാണിത് ഇങ്ങനെ ഇടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെന്ത് അധികമായതാണെങ്കിൽ തീർച്ചയായിട്ടും കുഴഞ്ഞു പോകും. എപ്പോഴും പണ്ടൊക്കെയാണ് എല്ലാവരും ഇത് അരകല്ലേ വെച്ചോ അല്ലെങ്കിൽ ഉരളിനകത്ത് വെച്ച് ഒക്കെ ഇടിച്ച് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഉരളിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഒലക്ക കൊണ്ട് ഇടിച്ച് ചതച്ചെടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ചിലർ അരകല്ലേ വെച്ച് ചതച്ചെടുക്കും. അങ്ങനെയാണ്. ഇപ്പം ഞാൻ കല്ലിലിട്ട് അത് മൊത്തം ഇവിടെ ചതച്ച് കണ്ടോ വാരി വെച്ചിട്ടുണ്ട്. ഇതാണ് നല്ല പരുവത്തിന് കിട്ടി. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആവിയിൽ പുഴുങ്ങിയത് കൊണ്ട് ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. വെള്ളത്തിലാണെങ്കിൽ അതിനകത്ത് ഉപ്പിട്ട് നമുക്ക് വേവിക്കാം. ഇത് ആവിയിലായതുകൊണ്ട് ഞാൻ ഉപ്പിട്ടില്ല. ഇപ്പോഴാണ് ഇനി ഇതിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ടല്ലേ. ചക്ക ഉണ്ടായി മൂക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് ഇടിഞ്ചക്കത്തോരൻ. അതിനകത്തേക്ക് ഞാൻ ഒരു1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലൊരു 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് ഒരു 1.5 സ്പൂണ് ഉപ്പ്. ഇനി ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്മിയെടുക്കുക. അപ്പോൾ ആ ഉപ്പും എണ്ണയും മഞ്ഞൾപ്പൊടിയും എല്ലാം അതേ യോജിച്ചിട്ട് അത് തോരൻ വെക്കുമ്പോൾ നല്ലൊരു സ്വാദുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൂട്ടി യോജിപ്പിച്ച് വെച്ചാൽ മതി. അതങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ അരപ്പം റെഡിയാക്കി എടുക്കാം. ഞാൻ ഇത്രയും സാധനത്തിന് ഒരു 1.5 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാന്താരി മുളക്, പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളിയുണ്ട്, ഒരു 8-9 വെളുത്തുള്ളിയുണ്ട്. അത്രയാണ് ഞാനിവിടെ എടുത്ത് വച്ചിരിക്കുന്നത്. 1 സ്പൂണ് ജീരകവും കണ്ടോ. തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കാന്താരിമുളക്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില. ഇതിനെ ചേർക്കാൻ വേണ്ടി മാത്രം ഈ അരപ്പിന് ചേരാനുള്ള ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുക്കണം, അരക്കരുത്, ചതച്ചെടുക്കണം. ഇനി തോരൻ വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇടിഞ്ചക്ക തോരൻ വെക്കുമ്പോൾ എണ്ണയും തേങ്ങയും കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് അതിന് ടേസ്റ്റും കൂടുതലുണ്ടാവും. എണ്ണ ചൂടായി വന്ന സമയത്ത് 1 സ്പൂൺ കടുകൊന്ന് പൊട്ടട്ടെ. അന്നേരം ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂണ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി വേണേലും ഇടാം, ഉഴുന്ന് വേണേലും ഇടാം. ഇതിലേത് ഇട്ടാലും ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ഉഴുന്നാണ്. ഉഴുന്നൊന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നപ്പോൾ ഒരു 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചത്, ഒരു കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ പാകത്തിനൊന്ന് മൂത്ത് വന്ന് ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്.
നമ്മുടെ അരപ്പ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റണം. ആ പരുവം വരെ നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷമേ നമ്മൾ ഇടിഞ്ചക്ക ചതച്ച് ഇടാവുള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ ഈ തേങ്ങയുടെ വെള്ളം വറ്റിയിട്ട് ഇടിഞ്ചക്ക ഇടുമ്പോൾ ആ തോരനൊരു പ്രത്യേക സ്വാദുണ്ട്. ഉണ്ട്, ഇപ്പം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടിഞ്ചക്ക ചതച്ചതിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് ഇനി എല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടുമില്ല, ചേർക്കുന്നുമില്ല. അപ്പം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അരപ്പ് അതേലെല്ലാം ഒന്ന് പിടിക്കത്തക്ക വിധം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കണം. എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ഇങ്ങനെയൊന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് 2 മിനിറ്റ് മൂടണം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ തോരൻ ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ അരപ്പല്ലാതെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് തോർന്ന് നല്ല തോരനായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇത് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒട്ടും വെള്ളമില്ലാതെ നല്ല തോർന്ന് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന കണ്ടോ. നമ്മളിത് വെന്ത് പോവാതെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇടിഞ്ചക്ക വേവിക്കുമ്പോൾ വെന്ത് പോകാതെ എടുത്താൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള തോരൻ കിട്ടും. കണ്ടോ, അങ്ങനെ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തോരനാണിത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാവില്ല, നല്ല വെള്ളമൊന്നുമില്ലാതെ തോർന്ന് നല്ല പിരുപിരാന്നാണ് നമ്മുടെ തോരൻ ഇവിടെ കിടക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.